ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ചിക്കൻ റൈസ് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു 1.5 ഗ്ലാസ്, ചെറിയൊരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു തക്കാളി, 2-3 സവാള ചെറുതായി കട്ട് ചെയ്തത്, ഒരല്പം ക്യാരറ്റ്, പിന്നെ 3-4 വെളുത്തുള്ളി, 2 പച്ചമുളക് ഇത്രയും ചെറുതായി കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ബോൺലെസ് ചിക്കൻ 500 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്ത് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ റൈസ് റെഡിയാക്കി എടുക്കാം. അന്നേരം നമ്മൾ ചിക്കൻ റൈസ് റെഡിയാക്കി എടുക്കാനായിട്ട് കുക്കർ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ നാടൻ നെയ്യ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. എന്നാൽ നമ്മുടെ കുക്കറൊക്കെ വെച്ചൊന്ന് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. രണ്ട് സ്പൂൺ നെയ്യ്. അന്നേരം നെയ്യൊക്കെ വെച്ച് നെയ്യ് ഒന്ന് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് സ്പൈസസ് ഐറ്റം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ക്യാരറ്റ്, തക്കാളി എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പോടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് റൈസ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന് നമ്മൾ 1.5 ഗ്ലാസ് റൈസാണ് എടുത്തേക്കുന്നത്. നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ഗ്ലാസ് വെള്ളമാണ്. പിന്നെ ചിക്കനിലെ വെള്ളമുണ്ട്, പിന്നെ വെജിറ്റബിൾസിലേക്ക് വെള്ളം ഉള്ളത് കൊണ്ട് കൂടുതൽ വെള്ളം വയ്ക്കാൻ കുഴഞ്ഞു കിട്ടും. ഇനി വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് അടച്ചങ്ങോട്ട് വെച്ച് ഒറ്റ വിസിൽ അങ്ങോട്ട് അടുപ്പിക്കണം. ഒറ്റ വിസിൽ അടുപ്പിച്ചിട്ട് കുക്കർ അങ്ങോട്ട് മാറ്റി വെച്ച് നല്ലപോലെ തണുത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ കുക്കർ റൈസ് ഇവിടെ റെഡിയാകണം. നമുക്ക് അടച്ചു വെച്ച് ഒറ്റ വിസിൽ അങ്ങോട്ട് അടുപ്പിക്കും. അങ്ങനെ ഓരോ വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ റൈസ് ഇറക്കി മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് നല്ലപോലെ ഇരുന്ന് അങ്ങോട്ട് വേകട്ടെ. ഇനി ഇവിടെ ഇരുന്ന് നല്ലപോലെ വെന്ത് റെഡി അങ്ങോട്ടാകട്ടെ. അന്നേരം നമ്മുടെ ചിക്കൻ റൈസ് ഒക്കെ ഏകദേശം 15-20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നല്ല സെറ്റ് ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് തുറന്നങ്ങോട്ട് നോക്കാം എന്താണ് ഇതിനകത്തെ അവസ്ഥ എന്താണെന്ന്. കണ്ടോ, എല്ലാം നല്ല വെന്ത് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. തവി കൊണ്ടൊക്കെ ഒന്ന് ഇളക്കി നോക്കാം. ഉണ്ടോ, എല്ലാം നല്ല പരുവത്തിന് റെഡി ആയിരിക്കുന്നു. കുഴഞ്ഞൊന്നും പോയിട്ടില്ല, പരുവത്തിന് വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഉണ്ടോ, നല്ല റെഡിയായിട്ട് നമ്മുടെ ചിക്കൻ റൈസ് ഇവിടെ റെഡിയാണ്. ഇനി കഴിച്ചൊന്ന് നോക്കണം എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. ഒരല്പം എടുത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല സെറ്റപ്പായിട്ടുണ്ട്. ഒട്ടും മസാല നമ്മൾ ചേർക്കാതെ റെഡിയാക്കിയ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചിക്കൻ റൈസ് വളരെ വേഗത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന നമ്മുടെ ചിക്കൻ റൈസാണ്. ഒറ്റ വിസിലിൻ്റെ കാര്യമുള്ളൂ. കുക്കർ ഇറക്കി വെച്ച് തണുത്ത് സെറ്റാകുന്ന ടൈം മാത്രം. ഇനി നമുക്ക് പ്ലേറ്റിനകത്തോടെ എടുത്ത് അവിടെ കഴിക്കണം.
കിടിലനായിട്ടുള്ള ചിക്കൻ റൈസ്, നമ്മുടെ ബിരിയാണി മാറി നമ്മുടെ ചിക്കൻ റൈസ് നല്ല കിടിലൻ ടേസ്റ്റിൽ നമ്മൾ റെഡിയാക്കിയെടുത്ത നമ്മുടെ സൂപ്പർ ചിക്കൻ റൈസാണ്. ഇനി നമുക്ക് ഇവനെ അവിടെ കഴിക്കാം. അന്നേരം നമ്മുടെ ചിക്കൻ റൈസൊക്കെ എങ്ങനെയുണ്ട്?